നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സിഇഒയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആളുമായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന ന്യൂസ് പുറത്തു വന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടം ഫാൻസ് വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം ആൾ ഓൾറെഡി നമ്മുടെ ഹെഡ് കോച്ചായ ആഷ്ലി വെസ്റ്റ്വുഡുമായിട്ട് പ്രീവിയസ്ലി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആളൊരു പ്രൂവൺ ആൻഡ് സക്സസ്ഫുൾ സിഇഒ ആണ്. നേരത്തെ ബാംഗ്ലൂരുവിലും അതിനുശേഷം നോർത്ത് ഈസ്റ്റിലും ആളുണ്ടാക്കിയ സക്സസ് സ്റ്റോറീസ് ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും ഫാൻസിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു സംശയം ഇവിടെ ഓൾറെഡി ഉള്ള സിഇഒയെ പുറത്താക്കാനായിട്ട് ക്ലബിന് തക്കതായ റീസൺസ് ഉണ്ടോ എന്നതാണ്. ക്ലബ്ബ് സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഫാൻസുമായിട്ട് പുള്ളിക്കുണ്ടായ ക്ലാഷും അതേ തുടർന്ന് പിന്നീടുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ഫാൻസിന്റെ സൈഡിൽ നിന്നും വാലിഡ് ആയിട്ടുള്ള റീസൺസ് ആണ്. പക്ഷേ ക്ലബിന്റെ സൈഡിൽ നിന്നും അവർ നോക്കുന്നത് കോയിന്റെ മറുവശമായിരിക്കും. തന്റെ ഫാമിലി മെമ്പേഴ്സിനെ ക്ലബിലേക്ക് കൊണ്ടുവന്നു എന്നൊരു ആരോപണം പുള്ളിക്കെതിരെ ഉണ്ട്. പക്ഷെ ആളുടെ ഫാമിലി മെമ്പേഴ്സ് അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഗ്രൗണ്ടിൽ ടീമിന്റെ പെർഫോമൻസിനെ യാതൊരു വിധത്തിലും ഇമ്പാക്ട് ചെയ്യാത്തത് കൊണ്ട് ഫാൻസ് പറയുന്നത് പോലെ ആ ഒരു വിഷയം ക്ലബ്ബ് ചർച്ചയാക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഉള്ളത് പുവർ സൈനിങ് ആൻഡ് ചില തീരുമാനങ്ങൾ. പക്ഷേ അതും ഓണേഴ്സിന്റെ സൈഡിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ട് തന്നെ ആയിരിക്കും പുള്ളി ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ബ്ലെയിം പുള്ളി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഓണേഴ്സിന്റെ സൈഡിൽ നിന്നും ഡിസിഷൻസിൽ ആക്റ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്ന് സൂചന തരുന്ന രീതിയിലാണ് സിഇഒയുടെ തീരുമാനങ്ങളൊക്കെ ഫാൻസ് ചോദ്യം ചെയ്തപ്പോൾ ഓണേഴ്സിന്റെ സൈഡിൽ നിന്നും റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മേജർ റീസൺ അവർ തുറന്നു പറഞ്ഞിട്ടുള്ള ഈ സീസണിലെ സർവൈവൽ ഗോൾ അത് സംഭവം അവർ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ സിഇഒയെ പുറത്താക്കാൻ ക്ലബിന് റീസൺസ് കുറവാണ്. പക്ഷെ ഫാൻസുമായിട്ടുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ വേണമെങ്കിൽ ക്ലബിന് അത് ചെയ്യാം. പക്ഷെ നമ്മൾ കേട്ട നോർത്ത് ഈസ്റ്റ് സിഇഒ ന്യൂസ് ഫോൾസ് ഇൻഫർമേഷൻ ആണ് എന്ന് ആശിഷ് നേഗിയെ പോലുള്ള റിലയബിൾ ജേർണലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഈ സീസൺ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്കും കഴിഞ്ഞ് അടുത്ത പ്രൊജക്ട് KBC സ്റ്റാറിന്റെ ചാപ്റ്ററുമായിട്ട് സിഇഒ തിരിച്ചു വരുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.